അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം പറയുന്നതും കേൾക്കുന്നതൊക്കെ സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നാം ഉംറയുടെ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉംറയുടെ നിയ്യത്ത് നാം പറഞ്ഞു കഴിഞ്ഞു. ഉംറയുടെ എന്തിനു വേണ്ടി നാം ഉംറക്ക് പോകണം നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി നമുക്ക് ഉംറയുടെ ഒരുക്കമാണ്. ഉംറക്ക് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്ത് നമ്മൾ ഉംറക്ക് പോകാൻ നമ്മൾ മനസ്സിൽ കരുതി. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്തു അവിടെ എത്തണം, റബ്ബിൻ്റെ മുന്നിലേക്ക് എത്തണം, നമ്മൾ നിയ്യത്ത് ചെയ്തു. ഇനി നമുക്ക് ഒരുങ്ങണം. ഒരു ദീർഘയാത്രയാണല്ലോ. നമ്മൾ നാടും വീടും വിട്ടുകൊണ്ട് പോകുന്നൊരു സുദീർഘമായ യാത്രയാണ്. പഴയ കാലത്തൊക്കെ കപ്പലിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് വസിയത്തുണ്ടല്ലോ, മരണത്തിൻ്റെ വസിയത്ത്, അതുവരെ ചെയ്തിട്ടാണ് സാധാരണ ഉംറക്ക് പോവല് അല്ലെങ്കിൽ ഹജ്ജിന് പോവല്. പഴയ കാലത്ത് അങ്ങനെയാണ്. മരിക്കുന്നതിന് ശേഷം അല്ല, മരിക്കുന്നതിന് മുമ്പ് വാപ്പമ്മ വസിയത്ത് ചെയ്തിട്ടാണ് പോവുമെങ്കിൽ ആ വസിയത്ത് കൂടി ചെയ്തിട്ടാണ് അവർ പോവുള്ളൂ. കാരണം തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത കാരണം. ഇന്നും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ സൗകര്യങ്ങൾ കൂടി, വിമാനമായി, പോക്കുവരവൊക്കെ പെട്ടെന്നായപ്പോൾ ആരും മരണത്തിൻ്റെ വസിയത്തൊന്നും ചെയ്തിട്ടല്ല പോവാറ്. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സുദീർഘമായ യാത്രയാണല്ലോ. പ്രിയപ്പെട്ടവരെ, ഉംറയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നിങ്ങളൊന്ന് വളരെ നോട്ട് ചെയ്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് അവൻ പറഞ്ഞു വെച്ച കാര്യങ്ങളുണ്ട്. അവൻ്റെ ബാധ്യത, അള്ളാഹുവിനോടുള്ള ബാധ്യത, അള്ളാഹുവിനോടുള്ള അടിമയുടെ ബാധ്യത നിർവഹിക്കാനാണല്ലോ ഉംറക്ക് പോകുന്നത്. അതിന് മുൻപായിട്ട് അവൻ്റെ ചുറ്റുവശത്തുമുള്ള, അവൻ്റെ വീട്ടിലുള്ള, അവൻ്റെ കൂടെയുള്ള ആളുകളോട് ബാധ്യതകൾ നിർവഹിച്ചവനായിരിക്കണം. എന്നിട്ട് മാത്രമാണ് റബ്ബിൻ്റെ അടുക്കിലേക്ക് പോയിട്ടുള്ളൂ കാര്യമുള്ളൂ. അപ്പോൾ ഉംറക്ക് ഒരുങ്ങുന്നവർ ആദ്യമായി നമ്മുടെ വ്യക്തിപരമായ ബാധ്യതകളെല്ലാം തീർത്തിരിക്കണം. വ്യക്തിപരമായ ബാധ്യതകൾക്കെല്ലാം, ഇനി തീർക്കാൻ കഴിയാത്ത ബാധ്യതകളാണെങ്കിൽ അതിന് പറഞ്ഞ് അതിനൊരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കിയിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോഴാണ് നമുക്ക് അതൊരു റാഹത്തായ ഉംറയായിട്ട് അള്ളാഹു കബൂലാക്കുള്ളൂ. ഉദാഹരണം പറയാം, ഉമ്മയുമായി, ഉപ്പയുമായി, ഉസ്താദുമായി, അല്ലെങ്കിൽ കൂട്ടുകാരുമായി, വീട്ടുകാരുമായി, ഭാര്യയായി, ഭർത്താക്കന്മാരായ മക്കളോട്, സഹോദര സഹോദരിമാരോട് ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ചാൽ അവർ എന്ത് ചെയ്യണം? ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റബ്ബിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം എന്നുള്ള നിയ്യത്തിലാണ് നിങ്ങൾ ഉംറക്ക് പോകുന്നതെങ്കിൽ, റബ്ബിൻ്റെ അടുത്ത് റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവരെ കൊണ്ടെല്ലാം പൊരുത്തപ്പിടിച്ചേക്കണം. ഇല്ലാതെ ഉംറക്ക് പോയാൽ അള്ളാഹു സ്വീകരിക്കില്ല. അല്ലാതെ ഉംറക്ക് പോവുക, വെറുതെ പോയി വരാൻ മാത്രം മഖബൂലായ ഉംറ ആവൂല, അള്ളാഹു സ്വീകരിക്കുന്ന ഉംറ ആവൂല. അള്ളാഹു സ്വീകരിക്കുന്ന ഉംറ എന്ന് പറഞ്ഞാൽ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ അവൻ ശുദ്ധിയാവുന്ന, ഒരു തെറ്റും അവൻ്റെ മേത്തുണ്ടാവില്ല. പിന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു ഉംറ ഒരാൾ അള്ളാഹു സ്വീകരിക്കുന്നത് പോലെയുള്ള ഒരു ഉംറ, അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലുള്ളൊരു ഉംറ ഒരാൾ നിർവഹിച്ചാൽ, യഥാർത്ഥ രീതിയിലുള്ളൊരു ഉംറ ഒരാൾ നിർവഹിച്ചാൽ, അവൻ ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ സർവ്വദോഷങ്ങളിൽ നിന്നും അവൻ മുക്തനാവും. ഒരു തെറ്റും അതിൽ ബാക്കി ഉണ്ടാവില്ല. അങ്ങനത്തെ ഉംറയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് യഥാർത്ഥ ഉംറ. അല്ലെങ്കിൽ പിന്നെ കാശ് പോയെന്ന് മാത്രം, അവിടെ പോയിട്ട് തിരിച്ചു വരാം, ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ മാതാപിതാക്കളുമായി, നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദുമാരായി, മാതാപിതാക്കളുമായി, ബന്ധുമിത്രാദികളുമായി, കൂട്ടുകുടുംബാദികളായി, ഭാര്യ മക്കളോടായി, സഹപാഠികളോട്, കൂട്ടുകാരോടൊക്കെ നാം പിണങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ആ പിണക്കം ആദ്യം ഒഴിവാക്കണം. നമ്മൾ പോയിട്ട് അങ്ങോട്ട് സലാം പറയണം. സലാം പറഞ്ഞിട്ട് എന്നിന്ന് വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്ക്, എൻ്റെ അറിവില്ലായ്മ കൊണ്ട്, അപ്പോഴത്തെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇനി അവരാണെങ്കിലും നമ്മളങ്ങനെ പറഞ്ഞേക്കാം, എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അരുതാത്തത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ട് തരണം, പൊരുത്തപ്പെട്ട് ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് ഉംറക്ക് പോവുകയാണെങ്കിൽ ദുആ ചെയ്യണം. അവർ പൊരുത്തപ്പെടോ ഇല്ല, അത് വേറെ വിഷയം. സതേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ തിരിഞ്ഞു നോക്കൂല, അയാൾ പൊരുത്തപ്പെടൂല, അയാൾ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അയാൾ. ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് നോക്കണമല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാഗം നിർവഹിക്കണം.
അയാൾ പൊരുത്തപ്പെടോ അല്ലെങ്കിൽ അവൾ പൊരുത്തപ്പെടോ, അവൾ തിരിഞ്ഞോക്കോ, അത് നമ്മുടെ ബാധ്യതയല്ല. നിങ്ങൾ നിങ്ങളുടെ ബാധ്യത നിർവഹിച്ചിരിക്കണം. നമ്മൾ അവരോട് പറയാനുള്ളത് പറഞ്ഞിരിക്കണം, നിർബന്ധമാണ്. ഫോണിലോ മെസ്സേജിലോ നേരിട്ട് കണ്ടോ അവരറിയിക്കണം. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തന്നേക്ക്, പൊരുത്തപ്പെട്ട് തരണം. ഇൻഷാ അല്ലാഹ് ഞാൻ ഉംറക്ക് പോകുന്നുണ്ട്, എൻ്റെ മനസ്സിലൊന്നും നിങ്ങളോട് ഇല്ല. നമ്മളത് പൊരുത്തപ്പെട്ടേക്കണം, നമ്മളവരുടെ മനസ്സിൽ നിന്ന് പൊരുത്തപ്പെട്ടേക്കണം. അപ്പോഴാണ് അവർക്കും ആ ഒരു തോന്നലൊക്കെ വരിക. നമ്മുടെ മനസ്സിൽ നമ്മൾ അസൂയയും ഉള്ളിൽ കുഞ്ചും കുശുമ്പും പോരൊക്കെ ഉള്ളിൽ വച്ചിട്ടാണ് അള്ളാൻ്റെ അടുത്തൊക്കെ പോകണമെങ്കിൽ എന്താ കാര്യം ഉണ്ടാവുക? കാര്യം ഉണ്ടാവില്ല. അള്ളാഹു നമ്മൾ നോക്കൂല. അതുകൊണ്ടാണ് അള്ളാഹു തആല കബൂലാക്കാത്ത എത്രയോ ഉംറകളുണ്ട്, എത്രയോ ഹജ്ജ് എന്നല്ല കബൂലാക്കാത്തുണ്ട്. ഹജ്ജ് അങ്ങോട്ട് ചെയ്തിച്ച് അള്ളാഹ് കബൂലാക്കൂല. അതല്ലേ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല ചരിത്രത്തിൽ അങ്ങനെയല്ലേ, മഹാനവറുകളെ ഹജ്ജ് കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, വിശ്രമിക്കാൻ വേണ്ടി ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോഴാണ് 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശാലമായ ചരിത്രമാണ്, ഞാൻ ചുരുക്കി പറയാണ്. എല്ലാ ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ചരിത്രമാണ്. മുവഫഖ് എന്ന് പറയുന്ന റെഡിമേഡ് ചരിത്രം, വലിയ ചരിത്രമാണ് അത്. ഒരു ചെരുപ്പ് കുത്തിയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ചുരുക്കി പറയുകയാണ്, എന്തിനാ അത് മനസ്സിലാക്കാൻ വേണ്ടി, ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹജ്ജ് കഴിഞ്ഞ് മഹാനവറുകൾ ഉറങ്ങിപ്പോയപ്പോൾ 2 മലക്കുകൾ വന്നിട്ട് സംസാരിക്കുകയാണ്. ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുകയാണ്, ഇത്തവണ എത്ര ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു? മലക്ക് പറയാണ്, ഇത്തവണ 6 ലക്ഷം പേര് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നു. എന്നിട്ടോ അല്ലാഹു തആല എത്ര പേരുടെ ഹജ്ജ് സ്വീകരിച്ചു? ഒരു മലക്ക് മറ്റേ മലക്കിനോട് ചോദിക്കുക. അപ്പോൾ ഈ മലക്ക് പറയാണ്, ഇത്തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ ഹാജിമാരുടെ ഹജ്ജും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ പറ്റിയ ഒറ്റ ഹജ്ജും ഈ 6 ലക്ഷം പേരിലും ഇല്ല. ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹു സ്വീകരിക്കാൻ പാകത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ ഹജ്ജിന് വരാത്തൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുകയും ആ ഹജ്ജിൻ്റെ പവർ, അതിൻ്റെ ഒരു പുണ്യം കാരണമായി ഈ 6 ലക്ഷം പേരുടെ ഹജ്ജും അള്ളാഹു അതിൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ ഒരു മഹാൻ്റെ ചെയ്യാത്ത ഹജ്ജിൻ്റെ സ്വീകാര്യത കൊണ്ട്, ആ മഹാൻ ഹജ്ജിന് വന്നിട്ടില്ല, ഹജ്ജ് ചെയ്തിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹജ്ജ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് മലക്ക് പറയുന്നത്. ആ ഹജ്ജിൻ്റെ കാരണം കൊണ്ടാണ് എല്ലാവരുടെ ഹജ്ജും അള്ളാഹു ഇത്തവണ സ്വീകരിച്ചത് എന്ന് ആണ് കേട്ടിട്ട് ഇദ്ദേഹം ഞെട്ടി ഉണരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിനകത്ത് ഒരുപാട് പാഠം പഠിക്കാനുണ്ട് നമുക്ക്. ഇതുണ്ടായ ചരിത്രമാണല്ലോ, രേഖപ്പെട്ട ചരിത്രമാണത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ ഒരു പവർ കൊണ്ടല്ല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടല്ലേ ഒരു ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിന് പുണ്യം കൂടുതൽ. എന്താ കാരണം? ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതിൽ നല്ലവരുണ്ടാവും. ആ നല്ലവരുടെ പ്രാർത്ഥനയും നിസ്കാരവും കാരണമായിട്ട് നമ്മുടെയും കൂടി അള്ളാഹു സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിലും ഫാത്തിഹ ഓതുമ്പോൾ എന്താ പറയുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ റബ്ബേ നിന്നെ ആരാധിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. റബ്ബേ ഞങ്ങളെ നീ നേരായ പാതയിലേക്ക് എത്തിക്കണേ. ഞങ്ങളെന്നാ പറയുന്നത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവർ അങ്ങനെ തന്നെ പറയേണ്ടത്. എന്താ? മുഅ്മിനീങ്ങളെ കൂട്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യാൻ പാടുള്ളൂ. മുഅ്മിനീങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ, ആ മുഅ്മിനീങ്ങളെല്ലാം ഒറ്റക്കെട്ടിൽ നമ്മൾ പറയുമ്പോൾ അതിൽ ചില മുഅ്മിനീങ്ങൾ അള്ളാഹു സ്വീകരിച്ചവരുണ്ടാവും. അവരുടെ ബർക്കത്തുണ്ടായിരിക്കും നമ്മൾ സ്വീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് ചെയ്യുമ്പോഴത്തേക്കും അള്ളാഹു അങ്ങോട്ട് സ്വീകരിക്കും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. നമുക്കെന്ത് വിവരമുള്ളത്? നമുക്കെന്ത് അറിവാണുള്ളത്? നമുക്ക് എന്ത് ഇഖ്ലാസാണുള്ളത്? നമ്മൾ ദുനിയാവിൻ്റെ പുറകെ ജീവിക്കുന്ന ദുനിയാവിൻ്റെ അടിമകളല്ലേ? അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന അള്ളാൻ്റെ അടിമകളുണ്ട് ലോകത്ത്. വിരലെണ്ണാവുന്ന അടിമകൾ ലോകത്തിൻ്റെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാ. അവർ രാവും പകലും റബ്ബിൻ്റെ ആ ഒരു ചിന്തയിൽ മാത്രം ശ്വാസം വലിക്കുകയും ശ്വാസം വിടുകയും ചെയ്തു. ഒരു ശ്വാസം പോലും അള്ളാഹ് എന്ന ചിന്തയിലല്ലാതെ അവർ വലിക്കുകയോ നിശ്വസിക്കുകയോ ശ്വസിക്കുകയോ ചെയ്യാത്ത ആളുകളുണ്ടാവും. അള്ളാഹുവിനോടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ടാവും. അവരുടെയൊക്കെ ബർക്കത്ത് അവരൊക്കെ ഹജ്ജിന് സംബന്ധിക്കും. അറിഞ്ഞോ അറിയാതെയോ നെയ്യത്ത് കൊണ്ടോ അമല് കൊണ്ടോ ഒക്കെ അവർ ഹജ്ജിൻ്റെ വേളയിൽ വരാറുണ്ട്. അവർ മക്കത്ത് വരാറുണ്ട്. അതുപോലുള്ള സദസ്സുകളിലൊക്കെ അവർ വരും. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കുന്നത്.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ആളുകളാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മൾ ഹജ്ജ് ചെയ്തു, നമ്മൾ ഉംറ ചെയ്തു, അങ്ങനെയല്ല. നമ്മുടെ ഹജ്ജ് ഉംറയൊക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹളായ ഫضൽ വേണം, റബ്ബിൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് നമ്മൾ സ്വീകരിക്കുള്ളൂ. വിനയത്തോടുകൂടി വേണം റബ്ബിൻ്റെ മുന്നിലേക്ക് പോകാൻ. അങ്ങനെ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ സ്വപ്നത്തിൽ എഴുന്നേറ്റപ്പോൾ ആ അടിമയെക്കുറിച്ച് മലക്കുകൾ പറഞ്ഞു, ഇന്നാലിൻ്റെ നാട്ടിലെ ഇന്നാലിൻ്റെ സ്ഥലത്തൊരു ചെരുപ്പ് കുത്തിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന മുവഫക്ക് എന്നാണ് പേര്, ആ അടിമയാണ് എന്ന് സ്വപ്നത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തെ അന്വേഷിച്ച്, ഞാൻ ചുരുക്കി പറയാം കേട്ടോ, അന്വേഷിച്ചിറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്താ ചരിത്രം? അദ്ദേഹം ഹജ്ജിന് പോകാൻ വേണ്ടി വളരെ ആശിച്ചൊരു മനുഷ്യൻ, ഒരുപാട് നാളുകളായിട്ട് ചെരുപ്പ് കുത്തിയ ആ കിട്ടുന്ന കാശ് സ്വരൂപിച്ച് വച്ചിട്ട് അദ്ദേഹം ഹജ്ജിന് പോകാനുള്ള ഒരവസരം വന്ന് അതിനുള്ള കാശായപ്പോൾ അത് പോകാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും നടത്തി നിയ്യത്ത് വച്ച് ഇറങ്ങാൻ നേരം അന്നത്തെ ദിവസമാണ് തൊട്ടപ്പുറത്ത് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുന്നത്. അങ്ങനെ ഒന്ന് പോയി നോക്കിയപ്പോൾ ആ സ്ത്രീ കഴുതയുടെ മാംസം വേവിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. വിശാലമായ ചരിത്രമാണ്. ആ സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു, എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു, ഞങ്ങൾ നോക്കാൻ ആരുമില്ല, എൻ്റെ മക്കൾ വിശന്ന് പൊരിഞ്ഞ് മരണത്തോട് മല്ലടിക്കുന്ന സമയം അയൽവാസിയുടെ വീട്ടിൽ കറി വച്ച ഇറച്ചിയുടെ മണം വന്നപ്പോഴാണ് ഇദ്ദേഹം മുവഫക്ക് എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് ആ കറിയിൽ നൽപ്പം ചോദിക്കാൻ കാരണമായി. അങ്ങനെയാണ് ചരിത്രം ചോദിക്കാൻ കാരണമായത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും, ഈ കറി ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. നല്ല ഇറച്ചിയുടെ മണം വന്നപ്പോൾ ഈ ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച അടിമ, അദ്ദേഹം മുവഫക്ക് എന്ന് പേരായ അദ്ദേഹം ചെരുപ്പ് കുത്തി ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറാകുന്ന സമയത്താണ് തൻ്റെ അപ്പുറത്തെ അയൽവാസിയുടെ വീട്ടിൽ ഇറച്ചിക്കറിയുടെ മണം വന്നിട്ട് ഒന്ന് ചെന്നതാ. അപ്പോഴാണ് പറഞ്ഞത്, ഹലാലുൻ ലനാ വഹറാമുൻ അലൈക്കും, ഈ കറി ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അതെന്തേ അങ്ങനെ? അപ്പോഴാണ് ആ സ്ത്രീ പറയുന്നത്, എൻ്റെ കുട്ടികൾ വിശന്ന് പൊരിഞ്ഞ് കരഞ്ഞ് മരണത്തോട് മുല്ലടിക്കുന്ന സമയം വന്നപ്പോൾ ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ലാതെയായപ്പോൾ ഞാൻ പുറത്തിറങ്ങിപ്പോയിട്ട് ഒരു ചത്തുകിടക്കുന്ന ഒരു കഴുതയുടെ ശവം അതിൽ നിന്ന് ഞാൻ മുറിച്ചെടുത്ത് കൊണ്ടുവന്നതാ എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, എൻ്റെ മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടി ഞാൻ ചെയ്തൊരു പണിയാണിത്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ഹലാല, ഞങ്ങൾ മറ്റൊന്നും കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ ജീവൻ നിലനിർത്താൻ, എൻ്റെ മക്കളുടെ ജീവൻ നിലനിർത്താൻ ഞങ്ങൾക്കിത് ഹലാല. അങ്ങനെയാണല്ലോ, ജീവൻ പോകുമെന്ന് കണ്ടാൽ ഏത് മാംസവും നമുക്ക് കഴിക്കാം, നിവൃത്തിയില്ല എന്ന് കണ്ടാൽ, ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ, പട്ടിണി കിടന്ന് മരിച്ചു പോകുമെന്ന് കണ്ടാൽ ആ സമയത്ത് നമുക്ക് ശവം തിന്നൽ ഹലാലാണ്. അത് കൊണ്ട് ഞങ്ങൾക്കിത് ഹലാല, നിങ്ങൾക്കിത് ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ്റെ ഉള്ളിൽ പടഞ്ഞുപോയി. അദ്ദേഹത്തിന് തോന്നി, ഞാൻ എന്തിനാ ഇനി ഹജ്ജിന് പോണത്? എൻ്റെ തൊട്ടപ്പുറത്ത് അയൽവാസിയായ സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ട് അവരുടെ കുട്ടികൾ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ മരണത്തോട് മല്ലടിക്കുന്ന ഒരു സന്ദർഭം അവർക്കുണ്ടായിട്ട് അവർ ശവത്തിനെ ഭക്ഷിക്കേണ്ട സാഹചര്യം വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഈ പണമൊക്കെ എടുത്തിട്ട് ഹജ്ജിന് പോവാണോ വേണ്ടത്? അവർക്ക് ഇനിയുള്ള ജീവിതം ശിഷ്ടകാലമെങ്കിലും അവർക്ക് കുറച്ച് നാൾ നല്ല രീതിയിൽ ജീവിക്കാൻ പ്രാപ്യമാകുന്ന രീതിയിൽ എൻ്റെ ഈ ഹജ്ജിന് പോകാൻ വേണ്ടി ഞാൻ വർഷങ്ങളോളം ഞാൻ സ്വരൂപിച്ചു വച്ച ഈ കാശ്, ഈ ദിർഹമുകൾ, ഈ ദിനാറുകൾ ഞാൻ ആ സ്ത്രീക്ക് കൊടുക്കുകയല്ലേ വേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിന്തയായി. അദ്ദേഹം നേരെ വീട്ടിലേക്ക് ചെന്നിട്ട്, എൻ്റെ ഹജ്ജ് ഇതാണ് റബ്ബേ, എൻ്റെ ഹജ്ജ് ഇതാണ് റബ്ബേ, ഞാനിതാ എൻ്റെ ഹജ്ജ് എൻ്റെ അയൽവാസിയുടെ വീട്ടിലാണ് റബ്ബേ എൻ്റെ ഹജ്ജ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ കിഴിയെടുത്ത് കൊണ്ടുവന്ന് ആ സ്ത്രീയുടെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, പെങ്ങളെ, നിങ്ങൾ ഈ ഒരു ക്യാഷ് ഉപയോഗിച്ചുകൊണ്ട്, ഈ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന കാലം അത്രയും സുഖമായി നിങ്ങൾ ഭക്ഷണം സാധനങ്ങളൊക്കെ മേടിച്ച് നിങ്ങൾ ജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ചു കൊണ്ടു. അദ്ദേഹത്തിന് ഹജ്ജ് അതോടെ കഴിഞ്ഞു. ഹജ്ജിന് പോകാൻ പിന്നെ കാശില്ലല്ലോ, ആ കാശൊക്കെ എടുത്ത് ആ പാവത്തിന് കൊടുത്തു, ആ സ്ത്രീക്ക് കൊടുത്തു. ഇതാണ്ടായത്. ഈ ചരിത്രം ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് മുവഫഖ് എന്ന് പറയുന്ന ഇദ്ദേഹം ഈ ചരിത്രം പറഞ്ഞപ്പോൾ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തേ, എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന 6 ലക്ഷം പേരുടെ ഹജ്ജിൽ നിന്ന് ഒരാളുടെ ഹജ്ജും സ്വീകരിച്ചിട്ടില്ല. പകരം നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയും നിങ്ങളുടെ ഹജ്ജിന്റെ കാരണമായി മറ്റ് 6 ലക്ഷം പേരുടെ ഹജ്ജും അല്ലാഹു കബൂലാക്കിയെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുകയാ. നോക്കൂ നിങ്ങൾ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്നറിയോ? പറഞ്ഞു വന്നതിൻ്റെ കാര്യം, അള്ളാഹുവിനെ ആർക്കും പറ്റിക്കാനോ അള്ളാഹുവിനെ ആർക്കും മറച്ചു വെക്കാനോ ഒന്നും സാധ്യമല്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാ. നമ്മൾ കാബത്തും കെട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും അള്ളാഹു ഇതൊന്നും അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അല്ല, അള്ളാഹു എല്ലാം അറിയും. A to Z അറിയുന്നവനാ. റബ്ബിൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്, വേറെ ആരുടെ അടുത്തേക്കല്ല പോണത്. നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്കല്ല നമ്മൾ പോണത്. അങ്ങനെ ആരും ചിന്തിക്കരുത്. കഅബാലയം എന്ന് പറയുന്ന ഒരു സമചതുരത്തിലുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ മുന്നിലേക്കല്ല നമ്മൾ പോകുന്നത്. അതിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവിങ്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. റബ്ബിൻ്റെ മുന്നിലേക്കാണ് നമ്മുടെ പോക്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമാണ് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, നമ്മളുമായി ബന്ധമുള്ളവരിൽ നിന്ന് ആരോടെങ്കിലും നമുക്ക് അസൂയയോ കുശുമ്പോ കുറ്റോ നമ്മുടെ ഹൃദയത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി തുറന്ന മനസ്സോടെ നിഷ്കളങ്കമായി ഞാനും നിങ്ങളും അവരൊക്കെയും മരണപ്പെട്ട് ഖബറിലേക്ക് പോകാനുള്ളതാ. മരണപ്പെട്ട് ഖബറിലേക്ക് എത്തിയ എന്താ അസൂയുള്ളത്? പിന്നെന്ത് കുറ്റം, എന്ത് കുശുമ്പ്, എന്ത് പോരാനുള്ളത്? ഖബറിലേക്ക് എത്തിയ എല്ലാം കഴിഞ്ഞില്ലേ? ഇന്നല്ലെങ്കിൽ നാളെ ഖബറിലേക്ക് എത്താനുള്ളതല്ലേ? അതൊന്നും മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? ഒന്നും കിട്ടാനില്ല. അവൻ എന്നോട് അങ്ങനെ ചെയ്തു ഉസ്താദേ, എന്നാലും അവൻ എന്നോട് ഇത്രത്തോളം ചെയ്തില്ലേ, അവൾ എന്നോട് ഇത്രത്തോളം ചെയ്തു ഉസ്താദേ, അവൾ ആ പറയാൻ പാടില്ലാത്തൊക്കെ പറഞ്ഞു, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, അവൻ എന്നോട് ആയിക്കോട്ടെ അങ്ങനെ ചെയ്തു, നമ്മളങ്ങോട്ട് വിട്ടേക്കത്. മനസ്സിനോട് കളഞ്ഞേക്ക്, ഹൃദയത്തിനോട് കളഞ്ഞേക്കുക, ഹൃദയത്തിനോട് മാറ്റി വെച്ചേക്കുക. ഹൃദയം അതെല്ലാം മനുഷ്യനാവുമ്പോൾ അങ്ങനെ ചിന്തകളൊക്കെ ഉണ്ടാവും. എങ്കിൽ റബ്ബിലേക്ക് നമ്മൾ തുറന്ന് നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഹൃദയം നമ്മൾ ശുദ്ധിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് വേണം റബ്ബിലേക്ക് പോകാൻ. ഹൃദയം കൊണ്ട് നാം പൊരുത്തപ്പെട്ടാൽ അലാ ഫഅഫു വസ്ഫഹു അലാ യഗ്ഫിറുല്ലാഹു ലക്കും. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അള്ളാഹു നിങ്ങളോട് മാപ്പാക്കണമെന്ന്, അള്ളാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമല്ലേ? ഫസ്ഫഹു. കണ്ടോ, ഖുർആൻ അങ്ങനെ പറയണത്. ഫഅഫു വസ്ഫഹു. നിങ്ങൾ മാപ്പ് കൊടുക്കൂ, നിങ്ങൾ വിശാലത ചെയ്യൂ. നിങ്ങൾ മാപ്പ് കൊടുത്ത് നിങ്ങൾ വിശാലത ചെയ്ത് ആളുകൾക്ക് പുറത്തു കൊടുക്കുമ്പോഴാണ് റബ്ബ് നിങ്ങൾക്ക് പുറത്ത് നൽകുന്നത്. റബ്ബിൻ്റെ മഗ്ഫിറത്തും അവൻ്റെ അഫുവും അവൻ്റെ മാപ്പും ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ റബ്ബിൻ്റെ മുന്നിലേക്ക് ചെല്ലണത്. അപ്പോൾ റബ്ബ് നമുക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ സ്വഭാവം നമ്മളിലും വേണം. നമ്മളോട് അനീതിയും അക്രമവും ചെയ്തവർക്ക് ആ വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തേക്കുക. അത് വലിയ പുണ്യമാണ്, വലിയ ശ്രദ്ധയാണ്. അതുപോലെ തന്നെ നാം ചെയ്യാനുള്ള കർമ്മങ്ങൾ, ബാധ്യതകൾ, നമ്മുടെ അയൽവാസികൾ, നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ കുടുംബങ്ങൾ, അവരോടൊക്കെ വല്ല ബാധ്യതകളും ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ബാധ്യതകളൊക്കെ നമ്മൾ ഒഴിവാക്കണം. ആരെങ്കിലും പക്കൽ നമ്മൾ കുറച്ച് പൈസ നമ്മൾ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, കടം മേടിച്ചിട്ട് കൊടുക്കാത്തതുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് നമ്മൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഏറ്റിയിട്ട് നേരെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോയി അള്ളാഹ് സ്വീകരിക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ വല്ലതും നമ്മളിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് ആ പൈസ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം. കൊടുത്തിട്ട് അതൊക്കെ പൊരുത്തപ്പിടിക്കണം. നമ്മൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തേക്കണം. ഇങ്ങനെയാണെങ്കിൽ റബ്ബ് സാക്ഷിയാണ്, അള്ളാഹു നമ്മുടെ ഉംറ സ്വീകരിക്കും. ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ റബ്ബ് നമ്മളെ ശുദ്ധിയാക്കിയെടുക്കും. നമുക്ക് ലോകത്ത് നിന്ന് ഈ ദുനിയാവിലും ഐശ്വര്യമാണ്, ആഖിറത്തിലും ഐശ്വര്യമാണ്. സംശയം വേണ്ട. ദുനിയാവിൽ അല്ലാഹു തആല ഒരാൾ ഉംറക്ക് പോയാൽ അള്ളാഹ് പൊരുത്തപ്പെട്ട രീതിയിൽ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ചെല്ലാൻ വേണ്ടി ഒരാൾ ഉംറ നിർവഹിക്കാൻ ചെന്നാൽ അതിനുവേണ്ടി അവന് മുടക്കുന്ന കാശ് കൊണ്ട് ദാരിദ്ര്യം വരില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉംറ നിർവഹിക്കുക, ഉംറയെ നിങ്ങൾ തുറത്തി കൊണ്ടുപോവുക, അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബറക്കത്ത് നമുക്ക് എത്തുന്ന നിർബന്ധമായിട്ട് അള്ളാഹു തആല മുത്തറസൂലിൻ്റെ വാക്കുകളാണ്. ദാരിദ്ര്യം വരേയില്ല. റബ്ബ് പൊരുത്തപ്പെട്ട രീതിയിൽ നമ്മൾ കാശ് ചെലവഴിച്ചുകൊണ്ട് ഉംറക്ക് പോയാൽ ആ റബ്ബ് നമുക്ക് ബർക്കത്ത് നൽകുകയും ഐശ്വര്യം നൽകുകയും കാശൊക്കെ നമുക്ക് മടങ്ങി വരികയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നാം ഒരുങ്ങണം. ഉംറക്കൊരുങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് വ്യക്തിപരമായിട്ട്, സാമൂഹ്യപരമായിട്ട് നമുക്കുള്ള ബാധ്യതകൾ, സൃഷ്ടികളുമായിട്ട് നമുക്കുള്ള ബാധ്യതകൾ സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ഏത് നിലക്കാണെങ്കിലും ആ ബാധ്യതകളൊക്കെ തീർത്ത് പൊരുത്തപ്പെടിച്ച് നാം ശുദ്ധിയാകണം എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നാം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകേണ്ടത്.
ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് ഒരുങ്ങേണ്ട അടുത്ത കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിവരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.